തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളേക്കാൾ ഒരു പടി മുന്നിലാണ് എൻ ഡി എ മുന്നണി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബി ജെ പി നേതൃത്വം നൽകുന്നു. ബി ജെ പിക്ക് ക്ലാസ് തിരിച്ചിരിക്കുകയാണ് മണ്ഡലങ്ങൾ. അവർ ഏതാണ്ടൊരു 35-38 മണ്ഡലങ്ങൾ തന്നെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇടമാണ്. ഇതിൽ നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ A+ മണ്ഡലങ്ങളിലേക്ക് പോകാം. എന്നുവെച്ചാൽ വിജയം ഉറപ്പ് എന്ന് കരുതുന്ന മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങൾ ഏതായിരിക്കും, ഏത് തരത്തിൽ അവിടെ കാര്യങ്ങൾ മാറി മറിയും എന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നഗരസഭ പിടിച്ചടക്കിയതോടുകൂടി ഏതാണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ആ പ്രദേശങ്ങളിൽ വരുന്നതെല്ലാം തങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്നതാണ്, മികച്ച സ്ഥാനാർത്ഥികളും നല്ല പ്രവർത്തനവും കാഴ്ചവെച്ചാൽ എന്ന് ഒരു തെളിവ് നമ്മുടെ നഗരസഭ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പി വളരെ ആത്മവിശ്വാസത്തോടെയാണ് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, നെടുമങ്ങാട്, ചിറയൻകീഴ് എന്നീ മണ്ഡലങ്ങളെ നോക്കിക്കാണുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നേമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവുമാണ്. നമ്മളെല്ലാ തെരഞ്ഞെടുപ്പ് നീക്കങ്ങളും അവർ നടത്തുന്നു പറഞ്ഞെങ്കിലും സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും പ്രഖ്യാപിച്ചിട്ടില്ല. അതിൻ്റെ ഏതാണ്ട് 2 മണ്ഡലങ്ങളിൽ അവരേതാണ്ട് കണക്കൂട്ടി വച്ചിരിക്കുന്നത്, ഒന്ന് നേമത്ത് രാജീവ് ചന്ദ്രശേഖരും അതുപോലെ തന്നെ കാട്ടാക്കടയിൽ കഴക്കൂട്ടത്ത് വി മുരളീധരനുമാണ്. വട്ടിയൂർക്കാവിൽ ഇന്നും ആരാണ് എന്നുള്ളത് അറിയാറായിട്ടില്ല. പക്ഷേ എന്നാൽ വട്ടിയൂർക്കാവിലെ പ്രത്യേകത, വട്ടിയൂർക്കാവിൽ കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. അത് ഒന്ന് കെ മുരളീധരൻ കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുന്നു. നിലവിലെ 2 തവണ വിജയിച്ച MLA വി കെ പ്രശാന്ത്, ഒന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെയും തെരഞ്ഞെടുപ്പിലൂടെ 2.5 വർഷം, മറ്റേത് അല്ലാതെ 5 വർഷവും പൂർത്തിയാക്കി, 21-ൽ 5 വർഷവും പൂർത്തിയാക്കുന്ന വി കെ പ്രശാന്തും മത്സരിക്കും. കഴക്കൂട്ടത്ത് കടകംപള്ളി ആയിരിക്കും എന്നൊരു ശ്രുതി കേൾക്കുന്നുണ്ട്, അതും അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ നേമത്ത് കോൺഗ്രസിൻ്റെ ആളാരാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. എന്നാൽ CPM-ൻ്റേത് ശിവൻകുട്ടി ആയിരിക്കും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് പോകുന്നതായി കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും അവ്യക്തത നിലനിൽപ്പുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഇവിടുത്തെ പ്രധാന ഒരു ട്രെൻഡ് എന്താണെന്ന് ഒന്ന് പരിശോധിച്ച് പോകാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. നേമം എന്ന് പറയുന്ന മണ്ഡലം ഏതാണ്ട് കലാകാലങ്ങളായിട്ട് ഇടത് വലത് കക്ഷികളുടെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലം. 1957 മുതൽ നിലവിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. ആ മണ്ഡലത്തിൽ 14 തവണയോളം ഏകദേശം തെരഞ്ഞെടുപ്പുകൾ നടന്നതിൽ 7 പ്രാവശ്യം കോൺഗ്രസ് ആണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. കെ കരുണാകരൻ അടക്കം 1982-ൽ കെ കരുണാകരൻ, പിന്നീട് 2001-2006-ൽ ശക്തൻ നാടാർ ഒക്കെ അവിടെ വലിയ വിജയങ്ങൾ നേടിയതാണ്. 5 തവണ മാർക്സിസ്റ്റ് പാർട്ടിയും വിജയം വളരെ ശക്തമായി നേടി. വി ജെ തങ്കപ്പൻ അവിടെ 2 തവണ 87-ലും 91-ലും 2 പ്രാവശ്യം വി ജെ തങ്കപ്പൻ അവിടെ വിജയം നേടുകയുണ്ടായി. അത് കഴിഞ്ഞൊരു ഹാട്രിക് നേടിയത് ശിവൻകുട്ടിയാണ്. അദ്ദേഹം 2011-ലും 2021-ലും നേടി. ഹാട്രിക് നേടിയില്ല, കാരണം ഹാട്രിക്കിന് ഒരു തവണ ഒ രാജഗോപാലിനോട് തോൽക്കുകയുണ്ടായി. അപ്പോൾ 2001-ലും 2011-ലും 2021-ലും അദ്ദേഹം നേടി. 2016-ൽ ഒ രാജഗോപാലിനോട് അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. അത് വലിയ ഭൂരിപക്ഷം ഒന്നുമില്ല. വലിയ ഭൂരിപക്ഷമൊന്നുമില്ല. ഒ രാജഗോപാല് അന്ന് 67,817 വോട്ട് നേടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 8,671 ഉണ്ടായിരുന്നു കേട്ടോ. 8,671 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ അത് അടുത്ത തവണ 2021-ൽ കുമ്മനം രാജശേഖരൻ വന്നപ്പോൾ ഈ 67,813 എന്ന് പറയുന്നത് 51,888 കുറഞ്ഞു എന്നുള്ളതാണ്. അന്ന് ശിവൻകുട്ടി 55,837 വോട്ട് നേടി. അങ്ങനെ അത് അന്ന് കെ മുരളീധരനാണ് അവിടെ മത്സരിച്ചത്. കെ മുരളീധരൻ 36,524 വോട്ട് പിടിച്ചു. അതാണ് ശിവൻകുട്ടിയുടെ അന്നത്തെ വിജയത്തിൻ്റെ കാരണം എന്നാണ് പറയുന്നത്. കാരണം
അവിടെ സാധാരണഗതിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കിട്ടുന്നതിനേക്കാൾ 10,000-ലധികം വോട്ടുകൾ കെ മുരളീധരൻ പിടിച്ചു. അപ്പം അത് കുറച്ച് BJP കിട്ടേണ്ട വോട്ടുകൾ അങ്ങനെ അവിടെ സ്പ്ലിറ്റ് ഉണ്ടായതുകൊണ്ടാണ് ശിവൻകുട്ടി ജയിച്ചതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ശിവൻകുട്ടി ഇത്തവണ വീണ്ടും VD സതീശന് നേമത്ത് വന്ന് മത്സരിക്കാൻ ചുണയുണ്ടോ, അല്ലെങ്കിൽ കെ മുരളീധരൻ ഇനിയും വരുന്നോ, അല്ലെങ്കിൽ ഏത് പ്രഗത്ഭരുണ്ട് അവിടെ ഇറക്ക് നിങ്ങൾ എന്ന് കോൺഗ്രസിനെ വെല്ലുവിളി. അത് BJP അല്ല വെല്ലുവിളിക്കുന്നത്, കോൺഗ്രസിനെയാണ് വെല്ലുവിളിക്കുന്നത്. കാരണം നിങ്ങളുടെ ഒരു കരുത്തം വന്നാൽ ചുളുവിൽ എനിക്ക് ജയിച്ചുകൊണ്ട് പോകാം എന്നൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തോന്നുന്നു. അല്ല, ഈ മുരളീധരനെയൊക്കെ RSSകാർ നോക്കി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. മുരളീധരനെ വളരെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഏത് വിധത്തിലും തോൽപ്പിക്കണം എന്ന് വിചാരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ. കാരണം നേമത്തെ അവരുടെ സാധ്യതയെ പൂട്ടിച്ചത് കെ മുരളീധരനാണ് എന്നുള്ളൊരു അത് സത്യവുമാണ്. കാരണം അദ്ദേഹം 36,524 വോട്ട് പിടിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു സ്ട്രൈറ്റ് ഫൈറ്റിനുള്ള സാധ്യത വളരെ, വേറെ ആര് നിന്നാലും ഇത്രയും വോട്ട് പിടിക്കില്ല. അപ്പോൾ ഒരു 10,000-ലധികം വോട്ടുകൾ അങ്ങനെ, പ്രത്യേകിച്ച് നായർ കമ്മ്യൂണിറ്റിയുടെയൊക്കെ കുറേ വോട്ടുകൾ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇത്തവണയും വട്ടിയൂർക്കാവിലും ഇത് സംഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. കാരണം NSSൻ്റെയൊക്കെ വോട്ടുകൾ സാധാരണഗതിയിൽ കെ മുരളീധരൻ തട്ടിക്കൊണ്ടു പോകാറുണ്ട്. അപ്പോൾ അത് വരാതെ നോക്കുക എന്നുള്ളതാണ് ഇത്തവണ BJP പ്രവർത്തകരുടെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് അവർ കണ്ടിരിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരത്തെ നേമം മണ്ഡലം വളരെ നാളുകളായിട്ട് BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ BJPയുടെ വളർച്ച നമുക്ക് നോക്കുകയാണെങ്കിൽ BJP 2001 ആണ്. അന്ന് കേരളത്തിൽ ഒരിടത്തും BJPക്ക് ഒരു വേരോട്ടമുള്ള സമയമല്ല. ഇപ്പോഴത്തെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷന് നിലനിർത്തിയിരിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് നേമം. അത് കഴിഞ്ഞാൽ കഴക്കൂട്ടം, അത് കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ്. ഈ 3 മണ്ഡലങ്ങളും കൂടെ ചേർന്നാണ് തിരുവനന്തപുരം നഗരസഭ BJPയുടെ കയ്യിൽ വെച്ച് നൽകിയിരിക്കുന്നത്. BJPക്ക് ഏറ്റവും കൂടുതൽ ബലം കിട്ടിയത് ഇവിടെ 2001 MS കുമാർ 16,878 വോട്ട് നേടിക്കൊണ്ടാണ്. 2006 എന്നാൽ തിരിച്ചു വന്നു, അത് 6,705 കുറഞ്ഞു മലയങ്കീഴ് രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ. എന്നാൽ വീണ്ടും O രാജഗോപാൽ 2011 മത്സരിച്ചപ്പോൾ ആ വോട്ടിനെ അദ്ദേഹം 43,661 ആക്കി. അതായത് 6,000 ഉണ്ടായിരുന്നതിനെ 43,661 ആക്കി മാറ്റി. പക്ഷേ അത്തവണ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ശിവൻകുട്ടിയാണ് വിജയിച്ചത്. 50,000-ഓളം വോട്ട് നേടിക്കൊണ്ട് ജയിച്ചു. അന്ന് 6,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ശിവൻകുട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ അടുത്ത ഇലക്ഷനിൽ 2016 O രാജഗോപാൽ ഈ തൻ്റെ 43,661 എന്നുള്ളതിനെ വീണ്ടും കവച്ചു വെച്ചുകൊണ്ട് ഏതാണ്ട് 25,000-ഓളം വോട്ടുകളാണ് അദ്ദേഹം കൂടുതൽ പിടിച്ചിരിക്കുന്നത്. 67,813 വോട്ടാക്കി. അതായത് 6,000 ആയിരുന്ന 2006 അതിനെ അദ്ദേഹം 2011 43,000 ആക്കി. 43,000-നെ അദ്ദേഹം 67,000 ആക്കി. അങ്ങനെയാണ് അദ്ദേഹം വിജയം നേടിയത്. അത് ശിവൻകുട്ടിക്ക് ഒരു വലിയ അടിയായിപ്പോയി ആ ഇലക്ഷനിൽ. അങ്ങനെ ശിവൻകുട്ടി തോറ്റു. പക്ഷേ അതിൻ്റെ പ്രതികാരം ശിവൻകുട്ടി 2021 നേമത്ത് കുമ്മനത്തിനെ തോൽപ്പിച്ചുകൊണ്ട് നേടി. അതിൻ്റെ സൂത്രധാരകൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ കെ മുരളീധരൻ തന്നെ ആയിരുന്നു. കെ മുരളീധരൻ ഇത്തവണ വട്ടിയൂർക്കാവിലേക്ക് വന്നിരിക്കുകയാണ്. അതെ, എനിക്ക് തോന്നുന്നു RSSകാർ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലമാണ്. വട്ടിയൂർക്കാവിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അവിടെ വട്ടിയൂർക്കാവിലും BJPക്ക് പണ്ട് മുതലേ ബേസ് ഉള്ളതായിരുന്നു. 2011 VV രാജേഷാണ് അവിടെ മത്സരിച്ച് 13,494 വോട്ട് നേടിയത്. 16 കുമ്മനം രാജശേഖരൻ രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്തു. 43,700 വോട്ട്. അന്ന് TN സീമ മൂന്നാം സ്ഥാനത്ത് പോവുകയും ചെയ്തു. VK പ്രശാന്ത് അത് കഴിഞ്ഞിട്ട് ആണ് VK പ്രശാന്തിൻ്റെ വരവ് 2019. അതായത് മുരളീധരൻ രാജിവെച്ചപ്പോൾ അന്ന് മത്സരിച്ച S സുരേഷിന് 27,453 വോട്ടേ കിട്ടിയുള്ളൂ. അന്ന് VK പ്രശാന്ത് വളരെ അതിയുടെ ഉപതെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ അങ്ങനെ ഒരു ട്രെൻഡുണ്ട്. അങ്ങനെ CPM അത് വിജയിക്കാൻ കഴിഞ്ഞു. 2021 VV രാജേഷ് വീണ്ടും മത്സരിച്ച് 39,596 വോട്ട് പിടിക്കുകയുണ്ടായി. പക്ഷെ ഇതൊന്നുമല്ല അവരുടെ ഏറ്റവും
പ്ലസ് പോയിന്റ് ആയിട്ട് ഇപ്പോൾ അവർ കാണുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇപ്പോൾ LDFും UDFും തമ്മിലാണ് സ്ട്രെയിറ്റ് ഫൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിൽ 209 വോട്ടിൻ്റെ വ്യത്യാസം. അപ്പോൾ 2000 വോട്ടെന്ന് വേണമെങ്കിൽ പറയാം. 1000 ചില്ലാൻ വോട്ട് പിടിച്ചാൽ BJPക്ക് മുന്നോട്ട് വരാമെന്നുള്ള ഒരു സാധ്യത കിടക്കുന്നു. പക്ഷേ അവിടെ ത്രികോണമാണ് മത്സരം വരുന്നത്. മുരളീധരനും പ്രശാന്തും അതുപോലെ തന്നെ നമ്മുടെ ഇനി BJPയുടെ ആരാണ് പ്രമുഖൻ വരുന്നത് എന്ന് നോക്കിയാണ് അവിടുത്തെ നില നിശ്ചയിക്കേണ്ടത്. ഏതാണ്ട് ഇതേ അവസ്ഥയാണ് കഴക്കൂട്ടത്തും ഉള്ളത്. കഴക്കൂട്ടത്തിൽ 2006 മുതൽ ഇത് BJP ഒരു തുടക്കം കുറിച്ച മണ്ഡലമാണ്. ഒന്ന് ചെറുതായിട്ട് വോട്ട് പിടിച്ച് തുടങ്ങിയ ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത ഇവിടെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയുമാണ്, കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്. കോൺഗ്രസും ലീഗുമാണ് ഇവിടെ എല്ലാ കാലങ്ങളിലും വിജയം കൊയ്തിട്ടുള്ളത്. അതിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഒരു ഇടത് സ്വതന്ത്രനായിട്ട് നബീസ ഉമ്മാൾ വിജയിച്ചിട്ടുള്ളത്. അത് 1987 പണ്ട് AK ആന്റണിയും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. AK ആന്റണി 77 മത്സരിച്ച് ജയിച്ചു. പിന്നെ 91 ME രാഘവൻ UDFന് വേണ്ടി വിജയം കൊയ്തു. അങ്ങനെ അതൊരു LDF മണ്ഡലമായിരുന്നു. MA വാഹിദ് വന്നിട്ട് 2001, 2006, 2011 അങ്ങനെ ഹാട്രിക് വിജയം, അദ്ദേഹം തുടർച്ചയായ ഹാട്രിക് വിജയം നേടാനും വാഹിദിന് കഴിഞ്ഞു. ആദ്യത്തെ തവണ അദ്ദേഹം സ്വതന്ത്രൻ എന്നുള്ള ഒരു ഇതിലാണ് മത്സരിച്ചതെങ്കിലും 2006, 2011 കോൺഗ്രസ്സുകാർ സപ്പോർട്ട് ചെയ്തു. അദ്ദേഹം കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിച്ചത്. അങ്ങനെ ഒരു കോൺഗ്രസ് മണ്ഡലമാണത്. പക്ഷേ ഇതിനെ തിരുത്തിയ ഒരാളെ ഉള്ളൂ, കടകംപള്ളി സുരേന്ദ്രനാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ 3 പ്രാവശ്യം ഇതിനകം ജയിച്ചു കഴിഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ. 1996, 2016, 2021. 21 ഇനിയിപ്പോൾ മൂന്നാമത് മത്സരിക്കുമോ എന്നുള്ളത് അത് പാർട്ടിയാണ് നിശ്ചയിക്കേണ്ടത്. അദ്ദേഹം ഏതാണ്ട് മത്സരിക്കും എന്നുള്ള മട്ടിലാണ് എല്ലായിടത്തും ഫ്ലക്സും പരിപാടികളൊക്കെ ആയിട്ട് അദ്ദേഹം ഒരു ഇലക്ഷൻ്റെ മൂഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതുവരെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് കടകംപള്ളി മാത്രമാണ് ഈ മണ്ഡലം രൂപീകൃതമായ അന്ന് മുതൽ ഇന്ന് വരെ എന്നുള്ളതാണ് എൻ്റെ ഒരു കാരണം. പക്ഷേ BJPക്ക് ഇവിടെ നല്ല ബേസ് ഉണ്ട്. അത് 2006 തുടക്കം കുറിച്ചത് മടവൂർ രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് 2500 വോട്ടിന് അടുപ്പിച്ചേ കിട്ടിയുള്ളൂ. പക്ഷേ പത്മകുമാർ വന്നിട്ട് 2011 അത് 7508 ആക്കി, 3 ഇരട്ടിയാക്കി. അതിനടുത്ത വർഷം 2016 V മുരളീധരൻ വന്ന് അത്ഭുതം എന്ന പോലെ 2ാം സ്ഥാനത്ത് വരികയും 42,732 വോട്ട് പിടിക്കുകയും ചെയ്തു. 7000 ചില്ലാൻ വോട്ടിന് അദ്ദേഹം കടകംപള്ളിയോട് തോറ്റുപോയി. കടകംപള്ളി 50,000 വോട്ട് പിടിച്ചപ്പോൾ 42,000 ചില്ലാൻ വോട്ട് പിടിക്കാനേ V മുരളീധരനെന്ന് കഴിഞ്ഞുള്ളൂ. 2021 ശോഭാ സുരേന്ദ്രൻ വന്നപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആ മണ്ഡലം ഇളക്കി മറിച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും അത്രയും ഒരു 2000-3000 വോട്ട് കുറഞ്ഞു. വോട്ട് കുറയുകയാണ് ചെയ്തത്. വലിയ 2000 വോട്ട്, 2000 അടുപ്പിച്ച് വോട്ട് കുറഞ്ഞു. 40,198. 42,000 V മുരളീധരന് കിട്ടിയത് 40,000 അടുപ്പിച്ചായി, 40,000 ചില്ലാനുമായി മാറി. 2000-ലധികം വോട്ടിന്റെ വ്യത്യാസം വന്നു. ശോഭയ്ക്ക് കൂടുതൽ വോട്ട് കിട്ടേണ്ടതാണെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. കാരണം നല്ല പ്രചരണവും പരിപാടികളും നടത്തിയതാണ്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ 63,690 വോട്ടാണ് നേടിയത്. എന്ന് വെച്ചാൽ 23,439 വോട്ടിന്റെ ഭൂരിപക്ഷം. ഈ അവസ്ഥകളെല്ലാം മാറി. അവിടെ V മുരളീധരൻ നിന്നാൽ എപ്പോഴും അവിടെ ഒരു ജയസാധ്യത കൂടുതലാണെന്ന് പറയാറുണ്ട്. അത് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് കണ്ടാലും അറിയാം. പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോഴും അത് തന്നെയായിരുന്ന അവസ്ഥ. 2016 അസംബ്ലിയിലേക്ക് മത്സരിച്ചപ്പോഴും അദ്ദേഹം വലിയ സ്കോറാണ് നടത്തിയത്. ഇത്തവണ അദ്ദേഹമായിരിക്കും BJPക്ക് വേണ്ടി അത് ഉറപ്പിച്ചു കഴിഞ്ഞു. നേമത്തും കഴക്കൂട്ടത്തും സ്ഥാനാർത്ഥി ഉറപ്പിച്ചു. വട്ടിയൂർക്കാവിൽ മാത്രമേ ഉള്ളൂ ആര് എന്നുള്ളത്. കൃഷ്ണകുമാറാണോ ശ്രീലേഖയാണോ എന്നുള്ള കാര്യത്തിൽ. പക്ഷെ ഇവിടെ 2025 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വെറും 2000 ചില്ലാൻ വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ LDFും BJPയും തമ്മിൽ. അത് BJPക്ക് അനുകൂലമായൊരു ഘടകമാണ്. ഈ 2000 വോട്ടിന്റെ വ്യത്യാസമൊക്കെ V മുരളീധരൻ വന്നാൽ മാറ്റാൻ കഴിയുമെന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനാണെങ്കിൽ എന്തെങ്കിലും അത്ഭുതം കാണിക്കുമെന്ന് CPMകാരും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കടുത്ത പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായിരിക്കും. വിജയം ആർക്കെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു A ക്ലാസ് മണ്ഡലമായിട്ട് BJP തിരഞ്ഞെടുത്തിരിക്കുന്നു. V മുരളീധരൻ വരികയാണെങ്കിൽ പിക്ചർ മാറുമെന്നും അവർ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യും. ഇതാണ് ഈ 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെ ഒരവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.